എന്ത് വേണമെങ്കിലും ചോദിക്കും. തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നീ ചോദിക്കും മോളെ. ചോദിക്കാനുള്ളത് ചോദിച്ചു തന്നെ തീരണം. അക്ഷര മേഡം ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് നിരഞ്ജൻ സാറിന് മറുപടി ഉണ്ടാവില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? തനിക്കൊക്കെ ഇതൊരു പ്രശ്നമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാ. താനൊക്കെ എന്നെ പോലൊരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുമായിരുന്നു. നിരഞ്ജൻ പഠിച്ച അതേ കോളേജിൽ ഞാൻ പഠിച്ചിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ടും നിരഞ്ജൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്നാ ഞാനും ആലോചിക്കുന്നത്. ചിലപ്പോ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടായിരിക്കും. അല്ലാതെ നിരഞ്ജന്റെ കുഴപ്പം കൊണ്ടല്ല. അല്ല. എന്താ അക്ഷരമൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? ചോദിക്കാനുള്ള ചോദിക്ക്. നിങ്ങൾ ഈ മാലിനിയും അർദ്ധരാത്രി മാലിനിയുടെ വീട്ടിൽ വെച്ച് നാട്ടുകാര് വീട് വളഞ്ഞു പിടിച്ചു. അതിനെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവര് പറയുന്ന പോലെയല്ല കാര്യങ്ങള്. നിങ്ങൾക്ക് പകരം ഞാനാണെന്ന് വിചാരിക്കും. മാലിനിക്ക് പകരം എന്റെ ഒരു ആണ് സുഹൃത്തും. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഞാൻ പറയുന്നത് മുഴുവൻ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കോ, അതോ എന്നെ തള്ളി പറയൂ? എന്താ നിരഞ്ജൻ സാവിറങ്ങിപ്പോയോ? മറുപടി പറ. ഭാര്യ അങ്ങനെ ചെയ്താ അടിച്ച് കാരണം പകച്ചു കളയും ഏതൊരാണും. അതിലെന്താ ഇത്ര സംശയം? ചോദ്യം ഇതുപോലെയൊന്നും ആയിരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. എന്താ എനിക്ക് ആൻസർ തരാത്തത്? പറയ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. പക്ഷെ ഇപ്പൊ നടന്നതുപോലെയല്ല നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കൂ, അതോ വീട്ടിൽ കേട്ടത് ഇറക്കി വിടൂ? ഞാനൊരു ആണാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറ്റുമെങ്കിൽ എന്നെ വിശ്വസിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് നിന്നേ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. അല്ലാതെ എന്റെ നാവിൽ നിന്ന് ഇപ്പൊ ഒരു മറുപടി അത് നീ പ്രതീക്ഷിക്കണ്ട. അത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ ഇവിടെ വെച്ച് ഇതുപോലൊരു സദസ്സിൽ എന്റെ മറുപടിക്ക് ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഒട്ടും കുറ്റബോധം തോന്നുന്നില്ലേ? ഇല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനു കുറ്റബോധം തോന്നണം? ശരി, ഞാനിത് വിശ്വസിക്കാം. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾ തയ്യാറാണോ? മനസ്സിലായില്ല. ഇതുവരെ കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. അതിന് നിങ്ങളാ സഹകരിക്കേണ്ടത്. ആ മാലിനിയായിട്ടുള്ള എല്ലാ ബന്ധവും നിങ്ങൾ അവസാനിപ്പിക്കണം. ആ മാലിനിയെ പൂർണ്ണമായിട്ടും മറക്കണം. അത് പറ്റില്ല. മാലിന്യം മറക്കാനോ മാലിന്യമായിട്ടുള്ള അടുപ്പം വേണ്ടെന്ന് വെക്കാനോ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്തുകൊണ്ടാ?
സാധിക്കില്ല, അത്ര തന്നെ. അതിനൊരു കാരണം ഉണ്ടാവില്ലേ? നിങ്ങൾ പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന പോലെ വഴിവിട്ട ഒരു ബന്ധവും മാലിന്യായിട്ടില്ലെന്ന്. എങ്കിൽ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല? നീ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതിനുള്ള ഉത്തരം. മാലിന്യമായിട്ട് വഴിവിട്ട ഒരു ബന്ധം എനിക്കില്ല എന്നത് തന്നെയാണ് അതിന്റെ ആൻസർ. അങ്ങനെയുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാ അടുപ്പം വേണ്ടെന്ന് വെക്കണം? അങ്ങനെ ചെയ്താൽ അത് എന്നോട് തന്നെ ചെയ്യുന്ന നീതികേടായിരിക്കും. മാലിന്യ ഒരു ഡോക്ടറാണ്, എന്റെ ഫ്രണ്ടാണ്, കോളേജ് മേറ്റാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ അടുപ്പം.